അമ്മ സംഘടനയിലെ വിവാദങ്ങൾ ആളിക്കത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള മുൻകാല സംഭവങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സംസാര വിഷയമാവുകയാണ്. കഴിഞ്ഞ ദിവസം അമ്മ മുൻ ജനറൽ സെക്രട്ടറിയും നടനുമായ സിദ്ദീഖിന്റെ ആത്മകഥ അഭിനയമറിയാതെ എന്ന പേരുള്ള പുസ്തകം പ്രകാശനം ചെയ്തിരുന്നു. ലിപി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ ജീവിതത്തിലും സിനിമയിലും പലപ്പോഴായി ഉണ്ടായ അനുഭവങ്ങളാണ് താരം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആരോപണം തനിക്ക് നേരെ ഉണ്ടായതിനെ തുടർന്ന് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച സാഹചര്യത്തിൽ തന്റെ ആത്മകഥയിലെ ചില ഭാഗങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. തന്റെ ശബ്ദത്തെ വെറുത്ത ഒരു കാലവും പെൺകുട്ടികളിൽ നിന്ന് മാറി നടന്ന ഒരു കാലവും തനിക്കുണ്ടായിരുന്നുവെന്ന് പുസ്തകത്തിൽ സിദ്ദീഖ് പറയുന്നുണ്ട്. പെൺകുട്ടികളുടെ സാന്നിധ്യത്തിൽ നിന്നും പരമാവധി മാറി നിന്ന ഒരു കാലം പിന്നിലുണ്ട്. തന്റെ ശബ്ദം പോലും അവർ കേൾക്കുന്നത് തനിക്ക് തന്നെ നാണക്കേടായി തോന്നിയിരുന്നു. കാലാന്തരത്തിൽ തന്റെ ശബ്ദത്തെ ചിലരെങ്കിലും പുകഴ്ത്തിയപ്പോൾ പഴയ തന്നെയോർത്ത് ഊറിച്ചിരിക്കാറുണ്ട്. കോളേജ് വരാന്തകളും ഹോസ്റ്റൽ ഇടനാഴികളും തന്നെയാണ് തന്നിലെ കലാകാരന് കാറ്റും വെളിച്ചവുമായതെന്ന് താരം ആത്മകഥയിൽ കുറിച്ചിരിക്കുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സിന് കളമശ്ശേരി പോളിടെക്നിക്കിൽ ചേർന്നപ്പോൾ ഫസ്റ്റ് ഇയറിൽ കോളേജിൽ ആർക്കും തന്നെ അറിയില്ലായിരുന്നു. 7ാം ക്ലാസ് വരെയാണ് താൻ പെൺകുട്ടികൾക്കൊപ്പം ക്ലാസ്സിലിരുന്നത്. KPMH സ്കൂൾ മിക്സഡ് ആയിരുന്നെങ്കിലും ക്ലാസ്സിൽ ആൺകുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അറബി ക്ലാസ്സിൽ പക്ഷേ ആൺകുട്ടികളും ഒരുമിച്ചായിരിക്കും. കോളേജിൽ പെൺകുട്ടികളുമായി വലിയ സൗഹൃദത്തിനൊന്നും പോയിരുന്നില്ല. പെൺകുട്ടികൾ തന്റെ ശബ്ദം കേൾക്കുമോ എന്നതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ ടെൻഷൻ. അത് വലിയ നാണക്കേടായാണെന്ന് തോന്നിയത്. അതുകൊണ്ട് അവരുടെ സാന്നിധ്യത്തിൽ നിന്ന് പരമാവധി മാറി നിൽക്കാൻ ശ്രമിച്ചു. അതെന്തിനായിരുന്നുവെന്ന് എനിക്ക് പിടികിട്ടിയിരുന്നില്ല. ഇന്നിപ്പോൾ തന്റെ ശബ്ദം നല്ലതാണെന്ന് പറയുമ്പോൾ ആ പഴയകാലം ഓർക്കാറുണ്ടെന്ന് താരം കുറിക്കുന്നു. ഞാൻ വെറുത്ത എന്റെ ശബ്ദം എന്ന അധ്യായത്തിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്.